തൃപ്രയാറിൽ പണം ഡോളറാക്കി തരാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയ കേസിലെ പ്രതികൾ കേരളം വിട്ടു. കേസിൽ 12 പ്രതികളാണ് ഉള്ളത്. ഇതിൽ ഒരാളെ മാത്രമാണ് പിടികൂടാനായത്. ശ്രീകുമാരൻ തൃശൂർ ചെയ്യുന്നു. ശ്രീത്ത്, കാടടച്ചുള്ള തെരച്ചിലായിരുന്നു, പരിശോധനയായിരുന്നു, അന്വേഷണമായിരുന്നു. ഈ ഗ്യാപ്പിലാണ് പ്രതികൾ കേരളം വിട്ടത്. എന്തെങ്കിലും സൂചനകൾ എവിടെയെന്ന കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ടോ? പ്രതികൾ കർണാടകത്തിലുണ്ട് എന്ന സൂചനയാണ് സുഹൈൽ പോലീസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇപ്പോൾ നൽകുന്നത്. ഇതിൽ പ്രധാന പ്രതി രഞ്ജിത്ത്, അയാൾ തൃശൂരിൽ തന്നെയാണ് താമസം. അയാളാണ് ഈ കേസിൽ ഡോളർ മാറ്റി നൽകാമെന്ന് പറഞ്ഞ് ഈ പട്ടാമ്പിയിലെ കോൺഗ്രസിന്റെ വിളയൂർ പഞ്ചായത്ത് അംഗമായ മുഹമ്മദ് റാഫി അടക്കമുള്ള 4 അംഗ സംഘത്തെ ഇവിടേക്ക് തൃപ്രയാറിലേക്ക് വിളിച്ചു വരുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ 12 പ്രതികളുണ്ട്. അതായത് ഈ ഇന്നോവ കാറിൽ 8 പേരും ബാക്കി 2 ബൈക്കുകളിലായി 4 പേരും എന്നാണ് പറയുന്നത്. അങ്ങനെ 12 പ്രതികളിൽ ഒരാൾ മാത്രം, ഈ ശർമ്മ എന്ന കയ്പമംഗലം സ്വദേശി മാത്രമാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുള്ളത്. ഈ ശർമ്മ ഈ വാഹനം ഈ പൂക്കോട്ട് ശിവക്ഷേത്രത്തിന് സമീപം മലപ്പുറത്തെ ആ പ്രദേശത്ത് ഉപേക്ഷിക്കാൻ പോയ സമയത്താണ് കസ്റ്റഡിയിലായിട്ടുള്ളത്. എന്തായാലും ഈ പ്രതികൾ കർണാടകയിലെ ബംഗളൂരുവിലോ മൈസൂരുവിലോ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്തായാലും ഈ പണം പൂർണ്ണമായി ഈ സംഘങ്ങളുടെ കയ്യിലാണെന്ന് പറയുന്നു. 16 ലക്ഷം എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ രൂപ മാറ്റിയാൽ രൂപ കൊണ്ടുവരൂ, ഡോളറാക്കി തരാമെന്ന് പറഞ്ഞൊരു സംഘത്തെ 16 ലക്ഷം രൂപയുമായി വിളിച്ചു വരുത്തി അവരെ കവർന്ന് പണം തട്ടിയെടുത്ത കേസിലെ 12 പ്രതികളിൽ 11 പേരും ഒളിവിൽ തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.